ചരിത്ര കാലഘട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രാചീന കാലഘട്ടത്തിൻ്റെ കഥകളിലേക്ക് നാം എത്തുന്നത് ആ ഒരു കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എഴുത്തുകളെ അവലംബിച്ച് തന്നെയാണ്. ആ കാലഘട്ടത്തിൽ ഇത്തരം എഴുത്തുകൾക്ക് നിർണായകമായി നിലകൊണ്ട ചിലരാണ് ദേശങ്ങൾ തേടി നടന്ന സഞ്ചാരികളെന്നത്. അവർ ഓരോ ദേശത്തെത്തിയപ്പോഴും അവർ എന്താണോ കണ്ടത് അത് രേഖപ്പെടുത്തി വയ്ക്കുകയുണ്ടായി. ആധുനിക കാലത്ത് ഇത്തരം മനുഷ്യരെ അതിപ്രാധാന്യത്തോടെ ചരിത്രലോകം ഓർക്കുകയും ചെയ്യുന്നു. മൗര്യ സാമ്രാജ്യത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്ര വഴികളിൽ 1-2 നൂറ്റാണ്ടുകളൊക്കെ വലിയ രേഖപ്പെടുത്തലുകളൊന്നുമില്ലാതെ കടന്നുപോയ ഒരു കാലമാണ്. അതിനൊക്കെ ശേഷമാണ് ഗുപ്ത സാമ്രാജ്യം ഇന്ത്യയിൽ വരുന്നത്. ഈ ഒരു കാലത്ത് ഇന്ത്യൻ ദേശത്തിലൂടെ ദീർഘമായി യാത്ര ചെയ്ത ഒരാളാണ് ചൈനീസ് ബുദ്ധമത വിശ്വാസിയായിരുന്ന ഫാഹിയാൻ എന്നത്. ആ കാല ഇന്ത്യയെക്കുറിച്ച് കുറേയധികം അറിവുകൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്ന് ലഭ്യവുമാണ്. AD 300 കാലഘട്ടം എന്നതൊക്കെ ഏഷ്യൻ മേഖലകളിൽ ബുദ്ധമതം അതിശക്തമായി നിലനിൽക്കുന്ന കാലമാണല്ലോ. ചൈനയിലൊക്കെ വലിയ തോതിൽ ബുദ്ധമതം വളരുകയുമായിരുന്നു. അത്തരമൊരു കാലത്ത് AD 337 കിഴക്കൻ ജിൻ രാജമേഖലയിൽ ഫാഹിയാൻ ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ബുദ്ധമത വിശ്വാസത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം സന്യാസിയായി തീരുകയും ചെയ്തു. ബുദ്ധമതം ചൈനയിൽ ശക്തമായി നിലകൊണ്ടിരുന്നെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട പല ഗ്രന്ഥങ്ങളും അപൂർണവും തെറ്റുകളുമൊക്കെ ആയിരുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നുകയുണ്ടായി. ബുദ്ധൻ്റെ യഥാർത്ഥ തത്വങ്ങളെ, വാക്കുകളെ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ സ്വന്തം നാടായ ഇന്ത്യൻ മേഖലകളിലേക്ക് പോകണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയാണ് AD 399 ആ കാലത്ത് അത്രമേൽ ദുർഘടമായ ഹിമാലയൻ നിരകളൊക്കെ താണ്ടിയുള്ള യാത്രയ്ക്ക് അദ്ദേഹം ഇറങ്ങുന്നത്. ആ കാലത്ത് ഇന്ത്യൻ മേഖലകളുടെ നായകസ്ഥാനത്ത് ഗുപ്ത സാമ്രാജ്യവുമായിരുന്നു. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ ഭരണകാലമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചരിത്ര പ്രാധാന്യവും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഫാഹിയാൻ കണ്ട ഇന്ത്യൻ മേഖലകളെപ്പറ്റി അഥവാ ഗുപ്തകാലത്തെ ഇന്ത്യയെപ്പറ്റി നമുക്കിവിടെ പരിചയപ്പെടാം. ഫാഹിയാൻ ഇന്ത്യൻ മേഖലകളിലേക്ക് വരുമ്പോൾ ഗുപ്ത സാമ്രാജ്യം അതിവിശാലമായിരുന്നല്ലോ. അതായത് ഏറെക്കുറെ ഹിമാലയം മുതൽ നർമ്മദ വരെയും ബംഗാൾ മുതൽ കത്തിയാവാദ് വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാമ്രാജ്യം. ഗുപ്ത സാമ്രാജ്യം അതിശക്തമായും സകല മേഖലകളിലും പുരോഗതിയുമൊക്കെ കൈവരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഗുപ്ത സാമ്രാജ്യ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ ഭരണകാലം എന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് തന്നെയാണ് ഫാഹിയാൻ ഇന്ത്യയിലെത്തുന്നതും. AD 399 മുതൽ 414 വരെയുള്ള കാലത്താണ് ഫാഹിയാൻ തൻ്റെ നീണ്ട സഞ്ചാരം നടത്തുന്നത്. ആ കാലഘട്ടത്തിൽ ബുദ്ധമതത്തിൻ്റെ ജന്മനാടായ ഇന്ത്യൻ മേഖലകൾ ജ്ഞാനത്തിൻ്റെയും സാംസ്കാരിക മേഖലയിലുമൊക്കെ വലിയ തോതിൽ ഉയർന്നു നിന്നിരുന്നു. ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട ബുദ്ധമതം ചൈനയിലും വളരാൻ ആരംഭിച്ചു. പക്ഷേ ചൈനയിലെ ബുദ്ധമത വികാസം അപൂർണമാണെന്ന് ഫാഹിയാന് തീവ്രമായി തോന്നി തുടങ്ങി. അങ്ങനെയാണ് 399 മറ്റ് ചില ചൈനീസ് പണ്ഡിതന്മാരോടൊപ്പം അദ്ദേഹം ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നത്. മറ്റുള്ളവർ പൊതുവെ ബുദ്ധമത മേഖലയിലേക്ക് എത്തുക എന്ന ലക്ഷ്യമാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഫാഹിയാൻ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പരമാവധി അറിവുകൾ ശേഖരിച്ച് തിരിച്ച് ചൈനയിലേക്ക് പോവുക എന്ന ലക്ഷ്യത്തോടെയാണ് വരുന്നത്. അദ്ദേഹം ഹുയി ചിങ്, ഹുയി യിങ്, പാവോ യൂൺ തുടങ്ങി പലരോടൊപ്പമാണ് യാത്ര തുടങ്ങുന്നത് എന്നും പറഞ്ഞു വച്ചിട്ടുണ്ട്. അങ്ങനെ ഫാഹിയാൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ഈ സംഘം ആദ്യമെത്തുന്ന ബുദ്ധമത മേഖലയായി അദ്ദേഹം പറയുന്നത് ഷൻഷൻ രാജ്യമാണ്. അതായത് ആധുനിക കാലത്തെ സിൻജിയാങ് മേഖലയിൽ വരുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ ഹീനയാന ബുദ്ധമതമായിരുന്നു ഉണ്ടായിരുന്നത് എന്നും ഏതാണ്ട് 4000-ഓളം ബുദ്ധമത സന്യാസിമാർ ഉണ്ടായിരുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് മുന്നോട്ടുള്ള വഴികളിലും കറാഷർ രാജ്യമേഖലയിലുമൊക്കെ ഹീനയാന സന്യാസികളെയാണ് അവർ കൂടുതലായും കണ്ടെത്തുന്നത്. ദുർഘടമായ ഹിമാലയൻ വഴികൾ താണ്ടി അവർ പിന്നീടെത്തുന്നത് സമ്പന്നമായ കോട്ടാൻ രാജ്യമേഖലയിലേക്കാണ്. പൂർണ്ണമായും ഒരു ബുദ്ധിസ്റ്റ് രാജ്യം കൂടിയായിരുന്നു ഇത്. ആധുനിക കാലത്തെ സ്കർദുവിൻ്റെയൊക്കെ സമീപമായി നിലകൊണ്ടിരുന്ന ഒരു രാജ്യം കൂടിയാണിത്. മഹായാനയിൽ വരുന്ന 10,000-കണക്കിന് സന്യാസിമാരുടെ വാസസ്ഥലം കൂടിയായിരുന്നു ഇത്. ഗോമതി എന്നു പേരായ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്നു ഏറ്റവും പ്രസിദ്ധമെന്നും അവിടെ മാത്രം 3000 സന്യാസിമാർ ഒരുമിച്ച് ഭക്ഷണത്തിനായി ഇരിക്കുന്നതായുമൊക്കെ ഫാഹിയാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ കോട്ടാൻ രാജ്യത്ത് വലിയതും പ്രസിദ്ധവുമായ 14 മൊണാസ്ട്രികളുണ്ടെന്നും പറയുന്നു. അതിനടുത്തായി 3 രാജാക്കന്മാരുടെ ഭരണകാലം കൊണ്ട്, അതായത് 80 വർഷം കൊണ്ട് പണി കഴിപ്പിച്ച വളരെ വലിയൊരു മൊണാസ്ട്രിയെ പറ്റിയും ഫാഹിയാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തുടർന്ന് കാഷിയാർ മേഖലയും കടന്ന് മഞ്ഞുറഞ്ഞ ഹിമാലയൻ മേഖലയിലൂടെ ഇന്ത്യയുടെ ഉത്തര മേഖലകളിലേക്ക് ഫാഹിയാനും സംഘവും യാത്ര തുടർന്നു. മഞ്ഞുമലകളിലൂടെ യാത്ര തുടങ്ങിയ ഇവർ ആദ്യം എത്തുന്നത് ഹീനയാന സന്യാസിമാർ ഉണ്ടായിരുന്ന ദാരൽ എന്നൊരു മേഖലയിലേക്കാണ്. തുടർന്നും നടന്ന ഇവർ ആദ്യമായി സിന്ധു നദിയെ കാണുകയുണ്ടായി.
ഗർത്തസമാനമായ താഴ്വര സൃഷ്ടിച്ച് അതിവേഗം ഒഴുകിയിരുന്ന സിന്ധു കടക്കാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സിന്ധു കടന്ന് അവരെത്തുന്നത് ഉദിയാന രാജ്യത്താണ്. ആ സമയം ബുദ്ധിസം വലിയ തോതിൽ വികസിക്കുന്ന ഒരു മേഖലയാണ് ഇവിടം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഗാന്ധാരയിലേക്കും തക്ഷശിലയിലേക്കും പെഷവാർ മേഖലയിലേക്കുമൊക്കെ ഫാഹിയാൻ എത്തിച്ചേർന്നു. ഇവിടെ കനിഷ്കൻ നിർമ്മിച്ച വമ്പൻ മൊണാസ്ട്രിയെ പറ്റിയും ഫാഹിയാൻ പറയുന്നുണ്ട്. ഈ മേഖല ബുദ്ധിസം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അതിവിശാലമായ വികാസം പ്രാപിച്ച ബുദ്ധനിർമ്മിതികളും മറ്റുമൊക്കെ കൊണ്ട് വേറിട്ട് തന്നെ നിന്നിരുന്ന ഒരു ഭാഗമായിരുന്നു. ഇവിടെ എത്തിയതിനു ശേഷം ഒരുമിച്ച് വന്നവരിൽ പലരും തിരിച്ച് ചൈനയിലേക്ക് തന്നെ പോവുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ബുദ്ധമത വിശ്വാസികളുടെ ഒരു വലിയ ലക്ഷ്യസ്ഥാനമായി കൂടി ഈ ഒരു പ്രദേശത്തെ കാണാവുന്നതാണ്. എന്നാൽ ഇന്ത്യൻ മേഖലകളിലേക്ക് കൂടുതലായി കടന്നെത്താൻ തീരുമാനിച്ചിരുന്ന ഫാഹിയാൻ ബാക്കിയുണ്ടായിരുന്ന 2 പേരോടൊപ്പം യാത്ര തുടർന്നു. അങ്ങനെ ഫാഹിയാൻ എത്തുന്നത് നഗരഹാര രാജ്യമേഖലയിലേക്കാണ്. ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് അതിനിർണായകമായ ഒരു മേഖലയാണിത്. പല ദേശങ്ങളിൽ നിന്ന് പോലും രാജാക്കന്മാരും മറ്റുമൊക്കെ എത്തി പൂജകൾ ചെയ്യുന്ന ഒരിടം. ആധുനിക കാലത്തെ അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദ് മേഖലകളാണിത്. അങ്ങനെ അവിടെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഫാഹിയാനും സംഘവും ഹിന്ദുക്കുഷിലെ സ്പിൻഗർ മലനിരകൾ താണ്ടാൻ ആരംഭിച്ചു. എന്നാൽ അതിഭീകര കാലാവസ്ഥയിൽ സംഘാംഗമായ ഹുയിച്ചിങ് മരണപ്പെടുകയുണ്ടായി. എനിക്കിനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാവില്ലെന്നും എന്നെ സംരക്ഷിക്കാൻ നോക്കേണ്ടെന്നും രക്ഷപ്പെടുക എന്നും ഹുയിച്ചിങ് പറഞ്ഞതായി ഫാഹിയാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മലനിരകളൊക്കെ താണ്ടിയ ഫാഹിയാൻ വീണ്ടും മറ്റൊരു ബുദ്ധമേഖലയായ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു രാജ്യത്ത് തന്നെയാണ് എത്തുന്നത്. ഹീനയാന മഹായാന ആശ്രമങ്ങൾ ഒരുപോലെയുള്ള മേഖലയായിരുന്നു ഇതു എന്നും പറയുന്നു. അങ്ങനെ വീണ്ടും യാത്ര തുടർന്ന ഫാഹിയാൻ ആധുനിക പാകിസ്ഥാൻ മേഖലകളിലേക്കെത്തി. ബന്നു മേഖലയിലാണ് ആദ്യം എത്തുന്നത്. തുടർന്ന് വീണ്ടും മുന്നോട്ട് പോയപ്പോൾ അതിശക്തമായ സിന്ധു നദി വീണ്ടും തടസ്സമായെത്തി. സിന്ധു നദി കടന്ന ഫാഹിയാൻ അങ്ങനെ പഞ്ചാബ് മേഖലകളിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. പഞ്ചാബ് മേഖലകളിലും ആ സമയം ബുദ്ധമതം വളരുകയായിരുന്നു. മുന്നോട്ടുള്ള വഴികളിൽ പലയിടത്തും വളർന്ന് വികസിച്ച ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളെ പറ്റിയും ഫാഹിയാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ യമുനയുടെ അരികിലൂടെ മധുര മേഖലകളിലേക്ക് ഫാഹിയാൻ എത്തുന്നത്. മധുരയ്ക്ക് ദക്ഷിണ ഭാഗത്തായി ബ്രാഹ്മണരുടെ ഒരു രാജ്യമുണ്ടെന്നും ഈ ദേശം സമ്പന്നമാണെന്നും ഫാഹിയാൻ കുറിക്കുന്നു. ജനങ്ങൾക്ക് വലിയ അടിച്ചമർത്തലുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. രാജ്യത്ത് നിൽക്കേണ്ടവർക്ക് നിൽക്കാം, പോകേണ്ടവർക്ക് പോകാം. ജനങ്ങൾക്ക് മേൽ വലിയ തോതിൽ പരിശോധനകളോ നിയന്ത്രണങ്ങളോ ഇല്ല എന്നും ഫാഹിയാൻ പറയുന്നു. കുറ്റവാളികൾക്ക് പോലും ക്രൂരമായ ശിക്ഷകളില്ലെന്നും നിരന്തരം കുറ്റവാളികളായാൽ മാത്രം ശിക്ഷ കനക്കുമെന്നും പറയുന്നു. രാജാവിൻ്റെ സൈനികർക്ക് മാസശമ്പളമാണെന്നും രാജാവിൻ്റെ സംവിധാനങ്ങൾക്ക് കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ടെന്നും പറയുന്നു. ഈ രാജ്യമേഖലയിൽ ആരും ഒന്നിനെയും കൊല്ലുന്നില്ല എന്നും മദ്യമോ മാംസമോ ഉള്ളിയോ ഒന്നും കഴിക്കില്ലെന്നും പറഞ്ഞു വയ്ക്കുന്നു. ഈ മേഖലയിൽ എന്നാൽ ചണ്ടാളരെ അടുപ്പിക്കാതെ വേർതിരിക്കുന്നതായും കാണാം. ചണ്ടാളർ എന്നത് വേട്ടയ്ക്ക് പോകുന്നവരും മീനും മറ്റുമൊക്കെ ഭക്ഷിക്കുന്നവർ കൂടിയാണ്. ഈ മേഖലയിൽ കശാപ്പ് ശാലകളോ മദ്യശാലകളോ ഒന്നുമില്ലെന്നും ഫാഹിയാൻ പറഞ്ഞു വയ്ക്കുന്നു. രാജാക്കന്മാർ എല്ലാം തന്നെ മതമേഖലകൾക്ക് പ്രാധാന്യം നൽകിയിരുന്നതുകൊണ്ട് വലിയ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലും സഞ്ചാരിയായ ഫാഹിയാന് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ലഭിക്കുകയുണ്ടായി. ഫാഹിയാൻ പറഞ്ഞിട്ടുള്ള ഈ മേഖല എന്നത് ഗുപ്ത സാമ്രാജ്യത്തിലെ നിർണായകമായ ഏതെങ്കിലും ഒരു ദേശമായിരിക്കണം. ഫാഹിയാൻ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ മേഖലകളെപ്പറ്റി പറഞ്ഞത് തന്നെ നിർണായകമാണ്. വലിയ സ്വാതന്ത്ര്യമുള്ള മേഖലകളെന്നും ഗവൺമെൻറ് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ നിയന്ത്രണം കൊണ്ടുവരുന്നില്ല എന്നതും സാമ്പത്തിക വികസനമുണ്ട് എന്നതുമൊക്കെ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ തന്നെയാണ്. രാജ്യത്തിന് സാമ്പത്തിക വികസനമുണ്ടെന്നും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആശ്രമങ്ങൾക്കും മറ്റുമൊക്കെ വലിയ തുകകൾ സംഭാവനയായി വന്നിരുന്നെന്നും അതുവഴി ബുദ്ധമേഖലകളടക്കം നല്ല രീതിയിൽ തന്നെ മുന്നേറിയതായും പറയുന്നു. അതിനുശേഷം ഫാഹിയാൻ അശോക ചക്രവർത്തി സൃഷ്ടിച്ച ബുദ്ധമേഖലകളിലേക്ക് കൂടി എത്തിച്ചേരുകയുണ്ടായി. ഇവിടെയുള്ള ബുദ്ധമേഖലകളിലും അപൂർവ നിർമ്മിതികളിലും ഫാഹിയാൻ സന്ദർശനം നടത്തി. ഇവിടെ 96 വിദ്യാലയങ്ങൾ നിലനിൽക്കുന്നുവെന്നും ബുദ്ധമേഖല അതിസുന്ദരമെന്നും ഫാഹിയാൻ പറഞ്ഞു വയ്ക്കുന്നു. ലുംബിനി, വൈശാലി പോലുള്ള പ്രധാന ദേശങ്ങളൊക്കെ സഞ്ചരിച്ച ഫാഹിയാൻ ഗംഗാ നദി കടന്ന് അശോകൻ്റെ ഭരണമേഖലയായിരുന്ന പാറ്റ്നയിലേക്കും എത്തിച്ചേരുകയുണ്ടായി. പഴയ കൊട്ടാരവും അപൂർവ നിർമ്മിതികളുമൊക്കെ നിലനിൽക്കുന്നുവെന്നും ഫാഹിയാൻ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സമയം തന്നെ മനുഷ്യർ അവിടെ വലിയ തോതിൽ ജീവിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ഗുപ്തകാലത്ത് ആ മേഖലയ്ക്ക് വലിയ പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഈ മേഖലയിൽ ഒട്ടനവധി ബുദ്ധമേഖലകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് ഹീനയാന മഹായാന വിഭാഗങ്ങളൊക്കെ ഒരുപോലെ ആയിരുന്നു എന്ന് പറയുന്നു. ബ്രാഹ്മണ ബുദ്ധിസ്റ്റുകളും ഉണ്ടായിരുന്നതായി ഫാഹിയാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുവരെ ഫാഹിയാനോടൊപ്പം ഉണ്ടായിരുന്ന തവോച്ചിങ് ഈ മേഖലയിലെ ചൈതന്യമൊക്കെ കണ്ട് അവിടം ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഫാഹിയാനാകട്ടെ
അമൂല്യമായ വിവരങ്ങളൊക്കെ ശേഖരിച്ച് തിരിച്ച് ചൈനയിൽ എത്തിക്കണം എന്ന ആഗ്രഹം കൊണ്ട് തൻ്റെ യാത്ര ഒറ്റയ്ക്ക് തുടരുകയുണ്ടായി. അവിടെ ഫാഹിയാൻ ഗുപ്ത മേഖലയെപ്പറ്റി നിർണായകമായ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. യാത്രയിൽ എത്തിയ രാജ്യങ്ങളിൽ ഈ മേഖലയിലാണ് ഏറ്റവും വലിയ നഗരങ്ങളും ടൗണുകളും ഒക്കെ ഉള്ളത്. ഇവിടെയുള്ള ജനത സമ്പന്നരും മികച്ച ജീവിത നിലവാരവും പുലർത്തുന്നവരുമാണ്. ഫാഹിയാൻ അശോക പില്ലറിനെ പറ്റിയും പറയുന്നുണ്ട്. അതിനടുത്തുള്ള ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലാണ് അദ്ദേഹം കുറേ കാലം ജീവിക്കുന്നതും. തുടർന്ന് നളന്ദയിലേക്കും ഫാഹിയാൻ യാത്ര ചെയ്യുന്നുണ്ട്. അവിടെയും ബുദ്ധ പഗോഡ നിലനിൽക്കുന്നുവെന്നും ഈ മേഖല തന്നെ കരയിക്കുന്നു എന്നും പറയുന്നു. കാരണം ബുദ്ധൻ ഈ മേഖലയിൽ ജീവിച്ചിരുന്നു എന്ന ചരിത്രം ഉള്ളതുകൊണ്ട് തന്നെ. തുടർന്ന് ഏറ്റവും നിർണായകമായ ഗയ, ബോധഗയ മേഖലകൾ കൂടെ സന്ദർശിച്ച ശേഷമാണ് ഫാഹിയാൻ തിരിച്ചുപോക്ക് ആരംഭിക്കുന്നത്. ഇതിനിടയിൽ ബനാറസ് എത്തുന്ന അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന 2 മൊണാസ്ട്രികളെ പറ്റിയും പറയുന്നു. അങ്ങനെ ഗംഗയിലൂടെ പുനർയാത്ര ആരംഭിച്ച ഫാഹിയാൻ പ്രാചീന ബംഗാൾ മേഖലയിലെ താംലൂക്ക് ദേശത്തെത്തുന്നു. അവിടെ 24 ബുദ്ധവിഹാരങ്ങളുണ്ടെന്നും അങ്ങനെ അവിടെ കുറേ കാലം അദ്ദേഹം ജീവിക്കുകയും ചെയ്തു. പിന്നീട് കപ്പൽ ഗതാഗതം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 14 ദിവസം കൊണ്ട് ഫാഹിയാൻ ശ്രീലങ്ക മേഖലയിൽ എത്തുകയുണ്ടായി. അവിടെയും കുറേ കാലം ജീവിച്ച ഫാഹിയാൻ അവിടെ നിന്നും വിവരങ്ങളൊക്കെ ശേഖരിക്കുകയുണ്ടായി. തുടർന്ന് അവിടെ നിന്നും വീണ്ടും കപ്പൽ കയറുകയുണ്ടായി. എന്നാൽ കപ്പൽ യാത്രയിൽ വഴിമധ്യേ വലിയ പ്രശ്നങ്ങളൊക്കെ നേരിടുകയും കപ്പൽ തകർന്ന് ജാവയിൽ എത്തിച്ചേരേണ്ട അവസ്ഥയും വന്നു. തുടർന്ന് മാസങ്ങൾ അവിടെയും നിലകൊണ്ടതിന് ശേഷം വീണ്ടും ഒരു കപ്പലിൽ അദ്ദേഹം യാത്ര തുടർന്നു. അവിടെയും പ്രശ്നങ്ങളൊക്കെ നേരിട്ടെങ്കിൽ പോലും ഒടുവിൽ ഫാഹിയാൻ സുരക്ഷിതമായി തന്നെ ചൈനയിലേക്ക് തിരിച്ചെത്തുകയുണ്ടായി. ആ ഒരു കാലത്ത് ഇന്ത്യയുടെ മധ്യമേഖലയിലൂടെ ഏതാണ്ട് പൂർണ്ണമായി നടന്ന അഫ്ഗാൻ മേഖലയിലെയും ഹിമാലയൻ നിരകളുമൊക്കെ താണ്ടിയ ഒടുവിൽ ഹൂഗ്ലി മേഖലകൾ വരെ നടന്നു കണ്ട മരണത്തെ മുന്നിൽ കണ്ട കപ്പൽ യാത്രകളുമൊക്കെയായി ഒട്ടനവധി രാജ്യങ്ങൾ കടന്ന അതിഗംഭീരമായൊരു യാത്ര തന്നെയായിരുന്നു ഫാഹിയാൻ നടത്തിയത് എന്നതിൽ തർക്കമൊന്നുമില്ല. ഏതാണ്ട് 12-13 വർഷം നീണ്ട ഒരു യാത്ര കൂടിയായിരുന്നു അത്. 6 വർഷത്തോളം നീണ്ട യാത്രയും 6 വർഷത്തോളം കാലം ഇന്ത്യയിലെ പല മേഖലകളിലും ഫാഹിയാൻ ജീവിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ പ്രഥമ ലക്ഷ്യമെന്നത് ഇന്ത്യയിലെ ബുദ്ധമത വിശ്വാസത്തെ കൂടുതൽ കൃത്യമായ രീതിയിൽ ചൈനയിലേക്ക് എത്തിക്കുക എന്നതാണെങ്കിലും അദ്ദേഹം നടന്നുകണ്ട് രേഖപ്പെടുത്തിയ ഓരോ വിവരങ്ങളും ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായി നിലനിൽക്കുന്നു.